അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. സാധാരണ ജോലിയുടെ ആവശ്യാർത്ഥം വിദേശങ്ങളിൽ പോകുന്നവരുണ്ട്, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പല ഇടങ്ങളിലേക്കും നമ്മൾ മലയാളികൾ ഇപ്പോൾ മാറി താമസിച്ചു തുടങ്ങി, വ്യത്യസ്തമായ മേഖലകളിലൂടെ. അള്ളാഹു ബിസിനസ്സും ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു നല്ല രൂപത്തിലുള്ള ഉയർച്ച നൽകുമാറാവട്ടെ. ആമീൻ. നമ്മുടെ നൂറ് TV യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നൂറ് ഹബീബിൻ്റെ മജ്ലിസിൽ വെച്ച്, ഇന്നലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ പെട്ടൊരു ദിവസം എന്നാണ്, നേരെ തൊട്ട് ബാക്കിലുള്ള ദിവസത്തെക്കുറിച്ചല്ല. നൂറെ ഹബീബിൻ്റെ മജ്ലിസിൽ വെച്ച് തങ്ങൾ നമ്മുടെ റഹീം ക, നമുക്കെല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് 3 പതിറ്റാണ്ടോളമായിട്ട് സൗദിയിൽ ജയിലിൽ കിടക്കുന്ന നമ്മളെ റഹീം കാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ഉമ്മയായിട്ട് ബന്ധമുണ്ടെന്നും അവർ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ടെന്നും തങ്ങൾ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അവരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വിഷമത്തിൽ കഴിയുന്ന ആളുകളാണ് അവരൊക്കെ. 30-ലധികം വർഷമായിട്ട് സൗദി ജയിലിൽ കിടക്കുന്നു, ഒരു കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട്. ഏതായാലും അൽഹംദുലില്ലാ അവരുടെ കുടുംബം നഷ്ടപരിഹാരമായിട്ട് ക്യാഷ് കിട്ടിയാൽ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതനുസരിച്ച് കേരളം ഒന്നടങ്കം, കേരളത്തിന് പുറത്തുള്ളവരും ഒന്നടങ്കം പരിശ്രമിച്ച് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്രയും തുക, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അന്ന് നല്ല ഹാപ്പിയിലായിരുന്നു, ക്യാഷൊക്കെ ഫുള്ള് വന്നത്. പക്ഷെ ഇപ്പോൾ ആശങ്കയിലാണ് ആൾക്കാരൊക്കെ ഉള്ളത്. കാരണം അത്രയും പെട്ടെന്ന് പൈസ പിരിച്ച് കൊടുത്തെങ്കിലും പിന്നീടുള്ള പ്രോസസ്സുകളൊക്കെ വളരെ സ്ലോവിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ റഹീം ഖാൻ്റെ ഉമ്മ അവിടെ പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാതിരിക്കുകയും പിന്നീട് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ അദ്ദേഹം നാട്ടിൽ വരും എന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ട്. എപ്പോൾ വരും എന്നുള്ളതിലാണ് ആശങ്ക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗം ബോച്ച് എന്തോ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ റഹീം ഖാനെ കുറിച്ച് തങ്ങൾ പറയുന്നൊരു വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഏതായാലും അതുപോലെ ധാരാളം ആളുകൾ ഇപ്പോഴും വിദേശങ്ങളിൽ ബുദ്ധിമുട്ടിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഗ്രൂപ്പിലൊരു ന്യൂസ് കണ്ടു. ഒരു പയ്യൻ്റെ ഫോട്ടോ ആണ്, നല്ല ചെറുപ്പക്കാരൻ, ഒരു പ്രശ്നമില്ലാത്ത. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഉണ്ട്, അപ്പുറത്ത് തന്നെ ഒരു കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫോട്ടോ വന്നു. സെയിം പയ്യൻ്റെ, അതേ പയ്യൻ്റെ തന്നെ, മുഖത്തൊരു മുറിക്കലയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ഇത് ഇവൻ്റെ പാസ്പോർട്ടും ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇവന് കാസർഗോഡുള്ള ഒരാളാണ്, പക്ഷേ ഇവൻ ഇവിടെ വന്നതിന് ശേഷം, ഗൾഫിൽ വന്നതിന് ശേഷം മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളതാണ്. അപ്പോൾ അവർ അറിയുന്ന ആളുകൾ, കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അവൻ നാട്ടിലേക്ക് കയറ്റി വിടാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ രക്ഷിതാക്കൾ എയർപോർട്ടിൽ അവൻ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാനിടയായി. അപ്പോൾ ഇതുപോലെ കുറേ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. നജീബിൻ്റെ ഈ ആടുജീവിതം എന്ന ആ നോവലിൽ വന്ന ഒരു സ്റ്റോറി പോലെ കുറേ ആളുകൾ പല രൂപത്തിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അള്ളാഹു അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് അള്ളാഹു രക്ഷപ്പെടാനുള്ള മാർഗം നൽകുമാറാവട്ടെ. ആമീൻ. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന യജമാനന്മാരെ കാരണം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവരുണ്ട്, നേരെ തിരിച്ച് ജോലിക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന യജമാനന്മാരുമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പൊക്കെ ന്യൂസിൽ വന്നിരുന്നു, അറബിയുടെ കോടികൊണ്ട സ്വത്ത് തട്ടിയെടുത്തുകൊണ്ട് മുങ്ങിയ ആളുകളെക്കുറിച്ച്. എന്തായാലും അള്ളാഹു അത്തരത്തിലുള്ള ചതികളിലൊന്നും നമ്മൾ പെടുത്താതിരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ഞാമത്തും പ്രദാനം ചെയ്യട്ടെ, സാമ്പത്തിക ഭദ്രത നൽകട്ടെ, ഇസ്ലാമിന് വേണ്ടി കൂടുതൽ ദാനം ചെയ്യാനുള്ള സമ്പത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് നൂറെ ഹബീബ് തങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോയും അതിനുശേഷം അവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് ഫറൂഖിലെ 18 കൊല്ലമായി ജയിലിൽ കഴിക്കുന്ന അവരുടെ ഉമ്മയും നമ്മളൊക്കെ ഒരു നല്ല ബന്ധം. ഉമ്മ എപ്പോഴും വിളിക്കും, പിന്നെ എന്നെ വിളിച്ചാൽ കിട്ടൂല, അതാണ് വെച്ച്. അപ്പോ ആ സഹോദരന്മാർ പെട്ടെന്ന് മോചനം കൊടുക്കട്ടെ.
പൊക്കിപ്പിടിക്കും. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് പൈസ വേണ്ട അല്ലേ, നമ്മൾ ബക്കറ്റ് നമ്മള് സ്വലാത്ത് ചൊല്ലാൻ മുണ്ടിൽ ഞങ്ങളിപ്പോ സീറ്റിൽ ഇരിക്കാൻ പറയല്ല ഇതിരിക്കാൻ പറ്റില്ല. പറഞ്ഞല്ലേ അപ്പൊ ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന്റെ മുമ്പ് ജന്നത്തുൽ ബഖീ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ആ മണ്ണിൽ കിടക്കണം, ആ മണ്ണ് പൊന്നാണ്, സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗത്തിൽ കിടക്കണം. അതിന് അല്ലാഹുവേ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ആ പച്ചക്കുപ്പ നേരിൽ കണ്ടിട്ട് ഒന്ന് സലാം പറയാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. നല്ല ആവേശത്തോടെ ചൊല്ലണം. നിങ്ങൾ പൈസ നിങ്ങൾ വന്നാൽ ദുആക്കാണ്. പൈസന്റെ ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്തോക്കെ പെരുമാക്കാൻ പൈസ രണ്ടല്ലോ. ഞാൻ റബ്ബിനോട് സമാധാനം പറയുന്നത്, നിങ്ങൾ ദുആക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വിളിച്ചെത്തിയിട്ട് നിങ്ങൾ ബക്കറ്റോട് നടക്കുമ്പോൾ ഒരു മേപ്പിട്ടൊക്കെ ഞാൻ പറയുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത വേണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കുറെ നിസ്കാര ടൈമോ കുറെ കുട്ടികളെ എത്തിയൊരു സ്വന്തത്തിൽ നടക്കില്ല അല്ലേ. നിങ്ങൾ സൂക്ഷ്മത വേണം. നിങ്ങൾ ഈ നീട്ടുന്ന കരങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ചൊല്ലിത്തരുന്നത് രണ്ട് കൈയും എന്റെ കൈയൊന്ന് പൊക്കിപ്പിടിക്കാം. അല്ലാഹ് മരിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സമയത്തിന് ഒരു മിനിറ്റുള്ള ബാങ്കുകൊടുക്കാം. ബാങ്കുത്തല്ലേ ബാങ്കുത്തിന് ചൊല്ലാം. أفضل المخلوق أن سرورا سرورا أبو بكر صديق الله عليه السلام جامع القرآن أنفت مال خيرا خيرا سمعنا بالنورين عليه السلام فارق بين حق وباطل قهرا قهرا عمر ولي فاروق الله عليه السلام قاتل الكفارين لا يقولك كسرا كسرا الهيدر أسد الله عليه السلام الله رسول مرحبا آمنا بمن متمون مرحبا 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 الله ചാരത്ത് അന്ത്യശ്രമം കൊള്ളുന്ന അബൂബക്കർ തങ്ങൾക്ക് മർഹബാ, അബൂബക്കർ തങ്ങൾക്ക് മർഹബാ, ഉമർ തങ്ങൾക്ക് മർഹബാ, അലിയാർ തങ്ങൾക്ക് മർഹബാ. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, അലിയാർ തങ്ങൾക്ക് മർഹബാ. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഉഹുദ് മലയുടെ താഴെ താഴ്വാരം തമ്മിൽ വിശ്രമം കൊള്ളുന്ന ഹംസത്തുൽ കർറാർ തങ്ങൾക്ക് മർഹബാ മർഹബാ. ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലക്ഷോപലക്ഷം സഹാബിമാരുണ്ട്. മർഹബാ മർഹബാ. വഇലാ ഹദറത്തുൽ ഫാത്തിമത്തുൽ സുഹ്റാ വഖദീജത്തുൽ കുബ്രാ വആയിഷത്തുൽ കുബ്രാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ وإلى حضرة الحسن النصري رضي الله تعالى عنه مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവിന്റെ റസൂലിന്റെ അറിവാണ് അബൂബക്കർ തങ്ങളുടെ അറിവാണ് പറന്നിറങ്ങുന്ന സദസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ വന്നവരാണ്.
തിരിച്ചു പോകുമ്പോ സന്തോഷം പങ്കുവെക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഒരു 11 മജ്‌ലിസ് നേർച്ചയാക്കി. ആ 11 മജ്‌ലിസ് ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ ആ സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളല്ലേ ഒക്കെ ഇന്ന് ഇന്ത്യയിൽ ഇത്ര വലിയൊരു മജ്‌ലിസ് അവിടെ ഡബ്ബർ തോട്ടം ഫുള്ളാണ്. 1.5 ഏക്കർ ഡബ്ബർ തോട്ടം ഫുള്ളാണ്. എവിടെ സ്ഥലമില്ല. അല്ലാഹു തന്ന ഏറ്റവും വലിയ റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ അല്ലാഹു നടത്തട്ടെ. ഫെബ്രുവരി എത്രയാമത്തെ മജ്‌ലിസ്? ഫെബ്രുവരി 20. അടുത്ത മാസം ഫെബ്രുവരി 23 നമ്മുടെ മജ്‌ലിസ്. അട്ടപ്പാടി 1-ാം തീയതി അന്ന് വരുന്ന ശനിയാഴ്ച. അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി അട്ടപ്പാടി. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഷാ അല്ലാഹ് അട്ടപ്പാടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് തെങ്കര, കോൽപ്പാടം, മണ്ണലടി, മണ്ണാർക്കാടൊക്കെയുള്ള ഇൻഷാ അല്ലാഹ് അന്നത്തെ മജ്‌ലിസിൽ വരിക. പിന്നെ പല്ലൂർ ഗാനം ഫെബ്രുവരി 20. പിന്നെ എല്ലാവർക്കും ഡേറ്റ് കൊടുക്കണില്ല, ഡേറ്റ് നിർത്തി കൊടുക്കണില്ല. അത്യാവശ്യം നമ്മളെ കൂടെ പറപ്പിങ്ങൾക്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തല്ലേ എല്ലാവരും പിന്നെ വിളക്കുപദേശിക്കും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നോട് വിളക്കുപദേശിക്കും മനസ്സിലായി. ഞാൻ എന്തെങ്കിലും ഇവർക്ക് അഭിപ്രായം ചോദിക്കും. എന്നിട്ട് ഞാൻ നമ്മളെ ഇത് നിങ്ങൾ നേരത്തെ നമുക്ക് നല്ല മനസ്സൊരുക്കി എല്ലാവരും ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എപ്പോഴും ഞാൻ ഒരു വട്ടം ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ മാസത്തിൽ 2 വട്ടം പോകും. അല്ലേ നിങ്ങളൊക്കെ? ഒരു വട്ടം ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരു വട്ടം സൗദി അറേബ്യക്ക് എന്റെ അമ്മാക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. അമ്മ നിങ്ങളെ കാല് മുറ്റത്തോട് ചവിട്ടാറ് ഞാൻ മക്കത്തേക്ക് പോകില്ല. എന്തോ ഒരു ആവശ്യത്തിന് എനിക്ക് സൗദി അറേബ്യയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഉംറ ചെയ്തിട്ടില്ല. എന്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചു ഇത്രയും ഉംറ എന്റെ അമ്മാക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. അത് കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് 2 തവണ എന്റെ അമ്മ ഉംറ ചെയ്യിച്ചു. ആ അമ്മാനെ കുട്ടി ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൽ 2 വട്ടം ഞാൻ പോക്കുണ്ട്. ഇൻഷാ അല്ലാഹ് 17-ാം തീയതി പോകാം. ഒരുപാട് അതുമൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഉംറക്ക് പോകുന്ന അപ്പഫുള്ളോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം 90 ആൾക്കുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരെ കൂടിയിട്ട് ഒഴിവാക്കി. അപ്പൊ ഞാൻ